ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ മിൽക്ക് സേമിയ പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയ ഒരു പുഡിംഗ് ആണ് കേട്ടോ. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ് കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. അതിന് വേണ്ട ചേരുവകൾ: 1 കപ്പ് സേമിയ, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 കപ്പ് പഞ്ചസാര, കുറച്ച് ബദാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി 1 കപ്പ് പാല് എന്നിവ എടുത്തു വെക്കണം. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുക. ഇനി വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് സേമിയ ചേർക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സേമിയ നന്നായിട്ട് അതിൽ വെന്ത് വരണം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ സേമിയ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഈ സേമിയ ഒന്ന് കുറുകി എടുക്കണം. അങ്ങനെ നമ്മൾ സേമിയ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇനി പാലും സേമിയയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കണം. ഇപ്പോൾ നമ്മൾ പാലിലും സേമിയയിലും പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി 2 സ്പൂൺ വെള്ളത്തിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കോൺഫ്ലോറിൻ്റെ മിക്സ് പാനിലേക്ക് ചേർക്കുക. ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ മിൽക്ക് സേമിയ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പാലും സേമിയയും കോൺഫ്ലോറും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ബൗളിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കാവും. അങ്ങനെ നമ്മളെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബദാം ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിന് മേലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ ഈ പുഡിങ്. നമ്മളെ മിൽക്ക് സേമിയ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.